ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു ആംഗ്ലർ. അപ്പോൾ ഇന്ന് നമ്മൾ ബേപ്പൂരാണ് നിൽക്കുന്നത്. ബേപ്പൂര് മീൻ പിടിക്കാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷേ മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ മീനൊന്നും കിട്ടാത്തപ്പോൾ നമ്മളൊരു പ്ലാൻ ബി എടുത്ത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫിഷിംഗ് ടൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസും പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആംഗ്ലറുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടൊരു ആംഗ്ലർ എപ്പോഴും കയ്യിൽ കരുതേണ്ട കുറച്ച് സാധനങ്ങൾ എന്ന് പറയാവുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു 80% ആളുകൾ ബിഗിനേഴ്സാണ്. അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും ആവശ്യം വരുന്ന കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ ഐറ്റംസ് ഒക്കെ ഫിഷിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ വളരെ കോമൺ ആയിട്ട് ഒട്ടുമിക്ക എല്ലാ ആംഗ്ലേഴ്സും യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സേഫായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേരെന്താണ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത് ഒട്ടുമിക്ക എല്ലാ ആംഗ്ലേഴ്സിൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ടൂളാണ്. ഇതിൻ്റെ പേരാണ് ലിപ് ഗ്രിപ്പർ എന്ന് പറയും. ലിപ് ഗ്രിപ്പ്, ലിപ് ഗ്രാബർ, അങ്ങനെ ഒരുപാട് പേരിൽ ഇത് പറയുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ പേര് ലിപ് ഗ്രിപ്പർ എന്നാണ്. ലിപ് ഗ്രിപ്പ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ലിപ് ഗ്രിപ്പിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിപ് ഗ്രിപ്പിൻ്റെ ഇവിടെ 2 ലിവർ ഉണ്ട്. കണ്ടില്ലേ? ഈ ഒരു പോർഷനിൽ പിടിച്ചിട്ട് നമ്മൾ താഴേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിലെ ഭാഗം ഓൺ ആവും. അങ്ങനെ നമ്മൾ ഈ 2 പോർഷൻ താഴേക്ക് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മുകളിലെ ഭാഗം ഈ ഓപ്പൺ ആവും. കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനിനെ നമ്മൾ സേഫായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. സേഫായിട്ട് പിടിക്കുക മീൻസ് നമ്മൾ മീനിൻ്റെ വായിലൊക്കെ ഒരുപാട് പല്ലുകളും കാര്യങ്ങളൊക്കെ ഉള്ള മീനുകളായിരിക്കും. പക്ഷെ അതിൻ്റെ വായിൽ നമ്മൾ കൊണ്ടുപോയി കൈയിടരുത്. കൈയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ലിപ് ഗ്രിപ്പർ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് ഫിഷിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിപ് ഗ്രിപ്പർ പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പിടിച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം മീനിൻ്റെ വായിലേക്ക് ലിപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ഇത് വിടുമ്പോൾ ഇത് ലോക്കായി. പിന്നെ ഈ മീനെ നമുക്ക് സേഫായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം മീനിനെ. പിന്നെ മീന് നമുക്ക് റിലീസായി പോകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ലിപ് ഗ്രിപ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിപ് ഗ്രിപ്പറിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ മീനിനെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യുക, മീനിനെ ഹോൾഡ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ലിപ് ഗ്രിപ്പർ ഉപയോഗിക്കുന്നത്. പിന്നീട് വേറൊരു ഫങ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ മീനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഫോട്ടോ എടുക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലീനും നീറ്റും ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ലിപ് ഗ്രിപ്പർ ഇട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ വന്ന് മീനിൻ്റെ ഫേസ് മറിക്കുന്ന ഒരു പ്രോബ്ലം ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ഇത് ലിപ് ഗ്രിപ്പർ യൂസ് ചെയ്തിട്ട് മീനിൻ്റെ വായിലൂടെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ പുറകിലൂടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ച് മീനിൻ്റെ ഫേസ് മറിയുന്ന ഒരു പ്രോബ്ലം ഒക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലിപ് ഗ്രിപ്പറിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. മെയിനായിട്ട് ലിപ് ഗ്രിപ്പർ ഉപയോഗിക്കുന്നത് മീനിനെ സേഫായിട്ട് നമ്മൾ പിടിക്കുക എന്നുള്ള ഓപ്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ലിപ് ഗ്രിപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആംഗ്ലറുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലിപ് ഗ്രിപ്പർ. ലിപ് ഗ്രിപ്പർ ഒരുപാട് ബ്രാൻഡുകളൊക്കെ അവൈലബിൾ ആണ്. അത് മസ്റ്റാർഡ്, ബെർക്ലി, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുടെ ലിപ് ഗ്രിപ്പറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ലിപ് ഗ്രിപ്പറൊക്കെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ടൂൾസിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഫിഷിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലുള്ള പ്ലെയേഴ്സ്. ഈ പ്ലെയർ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഫിഷിങ്ങിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ പ്ലെയറും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ടിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലൊരു കട്ടിങ് ഉണ്ടായിരിക്കും. ഈ കട്ടിങ് ഉള്ളത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പ്ലിറ്റ് റിങ്, അതായത് നമ്മുടെ ലൂറുകളിൽ സ്പ്ലിറ്റ് റിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സ്പ്ലിറ്റ് റിങ്ങും അതുപോലെ തന്നെ ഹുക്കുകളൊക്കെ മാറ്റുന്ന സമയത്ത് സ്പ്ലിറ്റ് റിങ്ങിൽ നിന്ന് ഹുക്കിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു പ്ലെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്പ്ലിറ്റ് റിങ് ഈസി ആയിട്ട് വിടർത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഹുക്കിനെ പുറത്തെടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു പ്ലെയറിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ മീനുകളുടെ വായിൽ നിന്ന് ഹുക്കും കാര്യങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഹുക്ക് നമ്മൾ കൈകൊണ്ട് എടുക്കുക എന്നുള്ളത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം ഫിഷിങ്ങിൽ വേറെ ഇല്ല.
അതായത് മീനിന്റെ വായിൽ കുടുങ്ങിയിട്ടുള്ള ഹുക്ക് നമ്മൾ കൈകൊണ്ട് എടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇങ്ങനെ ഒരു പ്ലെയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു പ്ലെയറെങ്കിലും ഉപയോഗിക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ മീനിന്റെ വായിലുള്ള ഹുക്ക് റിമൂവ് ചെയ്യുന്നതിന് ഈ പ്ലെയർ യൂസ് ചെയ്യാം. ഈ പ്ലെയറോ അല്ലെങ്കിൽ സാധാരണ ഒരു പ്ലെയറോ യൂസ് ചെയ്ത് മാത്രമേ മീനിന്റെ വായിൽ കുടുങ്ങിയിട്ടുള്ള ലൂറുകൾ എടുക്കാൻ പാടുള്ളൂ. ലൂറ് റിമൂവ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ടൂൾ അവൈലബിൾ ആണ്. പക്ഷെ അത് ഇല്ലെങ്കിൽ കൂടെ ഈ ഒരു സാധനം നിർബന്ധമായിട്ട് കൊണ്ടു നടക്കേണ്ടതാണ്. ഇതിന്റെ മെയിൻ ഉപയോഗം എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ സ്പ്ലിറ്റ് റിങ്ങും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഹുക്ക് മാറി മാറി ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ഹുക്ക് മാറ്റുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ബ്രൈഡ് കട്ട് ചെയ്യുന്നതിന് വേണമെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലീഡർ ലൈൻ കട്ട് ചെയ്യുന്നതിനും എല്ലാം നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു പ്ലെയർ തന്നെ ഒരുപാട് ബ്രാൻഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് ബ്രാൻഡഡ് പ്ലെയേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. മസ്റ്റാർഡിന്റെ ഒക്കെ പ്ലെയർ, അതുപോലെ തന്നെ ബെർക്ലി, അങ്ങനെ നല്ല നല്ല ബ്രാൻഡുകളുടെ പ്ലെയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ബേസിക്കലി ഒരു വില കുറഞ്ഞ ഒരു പ്ലെയറെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഫിഷിങ്ങിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമ്മുടെ സേഫ്റ്റിയാണ്. കാരണം ഹുക്കുകളും കാര്യങ്ങളൊക്കെ വളരെ ലേസർ കട്ടഡ് ആയിട്ടുള്ള ഹുക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ഹുക്കൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അത് ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരെ വരും. അപ്പോൾ ഹുക്കുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ടൂൾസിന്റെ എല്ലാം ഉപയോഗം. ഒരു ബേസിക് ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. മീൻ മിസ്സായി പോവുക എന്നതിലുപരി നമ്മുടെ സേഫ്റ്റി, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടൂൾസ് എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൂളിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത്, ഒന്ന് ഹുക്ക് റിമൂവ് ചെയ്യാം. മീനിൻ്റെ വായിൽ കുടുങ്ങിയിട്ടുള്ള ഹുക്ക് നമുക്ക് സേഫായിട്ട് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്പ്ലിറ്റ് റിങ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ഹുക്കുകളും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് മാറ്റുന്നതിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇതിൻ്റെ പേരാണ് ഫിഷിംഗ് ഗാഫ് എന്ന് പറയുന്നത്. GAFF ഫിഷിംഗ് ഗാഫ്. അപ്പോൾ ഫിഷിംഗ് ഗാഫ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്തിനാണെന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്, മീനിനെ നമ്മൾ കൊളത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിഷിംഗ് ഗാഫ് യൂസ് ചെയ്യുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു ടൂളാണിത്. ഇത് ഒരുപാട് ആംഗ്ലേഴ്സിന്റെ കയ്യിലൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് 5ന്റെ അടുത്ത് ഒരാളുടെ കയ്യിലൊക്കെ ഫിഷിംഗ് ഗാഫ് ഉണ്ടായിരിക്കത്തുള്ളൂ. അതും എക്സ്ട്രീം ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാറുള്ളൂ. വലിയ മീനുകളൊക്കെ പിടിച്ച് കയറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് കോമൺ ആയിട്ട് ഫിഷിംഗ് ഗാഫ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പോൾ ബോട്ടിലൊക്കെ നമ്മൾ ഫിഷിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹൈറ്റിലായിരിക്കും, സീ വാട്ടർ കുറച്ച് താഴ്ന്ന ലെവലിലായിരിക്കും. അപ്പോൾ നമുക്ക് കൊളത്തി എടുക്കുക എന്നുള്ള ഓപ്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഫിഷിംഗ് ഗാഫ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ വലിയ വലിയ മീനുകളൊക്കെ ആണെങ്കിൽ മീനിന്റെ ചെകിളയുടെ ഉള്ളിലൂടെ കൈയിട്ട് മീനിനെ പിടിക്കുക എന്നുള്ളതൊക്കെ ഡേഞ്ചറസ് ആണ്. കാരണം മീനിന്റെ ചെകിള പോലുള്ള സ്ഥലങ്ങളൊക്കെ ലേസർ പോലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ കൈയിട്ട് പിടിക്കുന്ന സമയത്താണ് മീനൊന്ന് കുടയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ മീനിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലിപ് ഗ്രിപ്പർ പോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത്രയും ലെങ്ത്തിൽ അത് നീട്ടിയെടുക്കാം. ഇതിനെ മടക്കി വെക്കാനും പറ്റും. അതാണ് ഈ ഒരു ഗ്യാപ്പിന്റെ പ്രത്യേകത. ഇത്രയും നീളത്തിൽ നമുക്ക് ഇതിനെ നീട്ടിയെടുക്കാം. അപ്പോൾ നമ്മളൊരു ഹൈറ്റിലാണ് നിൽക്കുന്നതെങ്കിലും കുറച്ച് താഴ്ന്ന ലെവലിലുള്ള മീനുകളെ വരെ നമുക്ക് ഇതിൽ കൊളത്തി വലിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ പുടുപുണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള കല്ലുകളൊക്കെ വഴുക്കലുള്ള കല്ലുകളായിരിക്കും. പച്ച കളറിലുള്ള കല്ലുകളുടെ മേലെയൊന്നും കയറി മീൻ പിടിക്കരുത്. അതായത് പച്ച കളറിലുള്ള കല്ലുകളൊക്കെ വഴുക്കലുള്ള കല്ലുകളായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കയറി നിൽക്കുമ്പോൾ വഴുക്കി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കല്ലുകളുടെ മേലെ കയറാതെ തന്നെ മീനിനെ നമുക്ക് സേഫായിട്ട് പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇതുപോലുള്ള ടൂൾസ് ഉപയോഗിക്കുന്നത്. ഇത് എല്ലാ ആംഗ്ലേഴ്സിന്റെ കയ്യിലും ഉണ്ടായിരിക്കുന്ന ഒരു സാധനമല്ല. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ട് ഒക്കെ ഫിഷിങ്ങിന്, എക്സ്ട്രീം ഫിഷിങ്ങിന്, കുറച്ച് ഹെവി ഫിഷിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കയ്യിൽ കരുതാവുന്ന ഒരു സാധനമാണത്. കണ്ടില്ല, എൻ്റെ സൈഡ് വളരെ ഷാർപ്പാണ്. ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കയ്യിലോ കാലിലോ ഒക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫിഷിംഗ് ഗഫൊക്കെ. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വളരെ സേഫായിട്ട് നല്ല ശ്രദ്ധയോടുകൂടെ വേണം ഈ സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ഇത് കൊണ്ട് പല മുറിവുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാരണം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ,
നമ്മുടെ കയ്യിലുള്ള ഒരു ടൂളാണ്. ഇത് ടൂളെന്ന് പറയില്ല, അത് നമ്മൾ ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ആക്സസറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നമ്മളെ വെയിറ്റ് നോക്കുന്ന ഒരു മെഷീനാണ്. ഇതിൽ വളരെ കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ചീപ്പായിട്ടുള്ളൊരു വെയിറ്റ് നോക്കുന്ന മെഷീനാണ്. ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനിനെ തൂക്കി എത്ര വെയിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്സസറി ഒന്നുമല്ല, പക്ഷേ നമ്മുടെ മീനിന് എത്ര വെയിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് ഓൺ ഓഫ് ബട്ടൺ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഏത് യൂണിറ്റിലാണ് നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യേണ്ടത് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് LBയിൽ വേണമെങ്കിൽ LBയിൽ നമുക്ക് വെയിറ്റ് നോക്കാം, അതുപോലെ തന്നെ കിലോഗ്രാമിൽ വേണമെങ്കിൽ നോക്കാം. അങ്ങനെ വെയിറ്റിൻ്റെ തന്നെ പല യൂണിറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഇതിലുണ്ട്. ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല, ഇതിന് വരുന്നില്ല. ഏകദേശം ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ ഒരു ചില സമയത്ത് 120 രൂപയ്ക്ക് പോലും ഈ സാധനം കിട്ടാറുണ്ട്. 120 രൂപ മുതൽ ചില സമയത്ത് നോക്കുമ്പോൾ 320 രൂപ എന്നൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ റേറ്റ് കുറഞ്ഞ് വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സ് 120 രൂപയ്ക്കൊക്കെ ഓൺലൈനിൽ നിന്ന് ഈ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആമസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നൊക്കെ 120 രൂപയ്ക്ക് പോലും ഈ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ അടുത്തൊരു ആക്സസറി. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹെഡ് ലാമ്പ്. ഹെഡ് ലാമ്പ് രാത്രി മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾക്ക് മാത്രം ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ്. പക്ഷേ രാത്രി മീൻ പിടിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റീചാർജബിൾ ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണ്. ഇത് നമ്മുടെ ഒരു സുഹൃത്ത് സുലൈമാൻക നമുക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന് ഹൈ ബീമുണ്ട്, അതുപോലെ തന്നെ ലോ ബീമുണ്ട്, പിന്നെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് പോലെ വർക്ക് ചെയ്യുന്നൊരു പോർഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഹെഡ് ലാമ്പ് മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും റീചാർജബിൾ ആയിട്ടുള്ള ഹെഡ് ലാമ്പ് മേടിക്കുക. ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഹെഡ് ലാമ്പ്സ് അവൈലബിൾ ആണ്, അത് മേടിക്കാണ്ടിരിക്കുക. മാക്സിമം ഇതുപോലെ തന്നെ റീചാർജബിൾ ആയിട്ടുള്ള ഹെഡ് ലാമ്പുകൾ മാത്രം മേടിക്കുക. പിന്നെ ഇത് ഇവിടെ ഒരു USB ടൈപ്പ് ഒരു കേബിൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർട്ടാണിത്. ഇത് വൺസ് ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണിക്കൂർ ഹൈ ബീമിൽ നമുക്കിതിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപയോഗം. ഇപ്പോൾ 4 മണിക്കൂർ ഹൈ ബീമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇതുപോലെ ഹെഡ് ലാമ്പ് ഉപയോഗിക്കാണ്ട് ടോർച്ചും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ ഒരു ഫിഷിംഗ് റോഡ്, ഒരു കയ്യിൽ ടോർച്ചോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ലൈറ്റൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഹെഡ് ലാമ്പ് മാക്സിമം ഉപയോഗിക്കുക. രാത്രി മീൻ പിടിക്കാൻ പോകുന്നവരാണെങ്കിൽ ഹെഡ് ലാമ്പ് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മീൻപിടുത്തത്തിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ തുടർന്ന് വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.